Dear students, welcome to this video. In this video, we are going to discuss about the second category of control statements, that is looping or iteration statements. ഇതിനു മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നും അതിൻ്റെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചുമാണ് പഠിച്ചത്. ആ വീഡിയോയിൽ തന്നെ ചെറുതായിട്ട് എന്താണ് ലൂപ്പിംഗ് അല്ലെങ്കിൽ എന്താണ് ഐട്രേഷൻ എന്നതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു. ലൂപ്പിംഗ് മീൻസ് ദ റിപ്പിറ്റേഷൻ ഓഫ് സെയിം സെറ്റ് ഓഫ് കോഡ്സ് അല്ലെ, നമ്മളൊരു കണ്ടീഷനെ ബേസ് ചെയ്ത് ഒരു സെറ്റ് ഓഫ് കോഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൂപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ ആണ്. ഇതിൽ ഒരു ലൂപ്പ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോമ്പിനേഷനാണ്. അതായത് പ്രോഗ്രാമിങ്ങിൽ ലൂപ്പിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരിക. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ലൂപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുക ബോഡി ഓഫ് ദ ലൂപ്പ്. അതായത് ലൂപ്പിംഗിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്ത് ഇഫ് ദാറ്റ് സ്പെസിഫൈഡ് കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ വി ഹാവ് ടു റിപ്പീറ്റ് എ സെയിം സെറ്റ് ഓഫ് കോഡ്സ്. അതായത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് കുറച്ച് കോഡുകൾ റിപ്പീറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ലൂപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺടിൽ ദ കണ്ടീഷൻ ബിക്കംസ് ഫോൾസ്. ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ഈ സെയിം സെറ്റ് ഓഫ് കോഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് ലൂപ്പിംഗ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കാണുക. ഒന്ന് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും പിന്നെ ഒന്ന് ബോഡി ഓഫ് ദ ലൂപ്പും. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ അതിൻ്റെ ബേസിൽ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന പോർഷനിലാണ്. അതിനുശേഷം ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ വി ഹാവ് ടു എക്സിക്യൂട്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അതിനെയാണ് നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ലൂപ്പിൻ്റെ ബോഡി എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആ കണ്ടീഷനെ ബേസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അതായത് ആ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ ബോഡിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ പൊസിഷനെ ബേസ് ചെയ്ത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ലൂപ്പാണ് വരുന്നത്. ഒരെണ്ണം എൻട്രി കൺട്രോൾഡ് ലൂപ്പും പിന്നെ ഒരെണ്ണം എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. രണ്ട് ടൈപ്പ് ലൂപ്സ് ആണുള്ളത്, എൻട്രി കൺട്രോൾഡും എക്സിറ്റ് കൺട്രോൾഡും. അതിന്റെ ഫ്ലോ ചാർട്ട് കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഇഫ് ദ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഫസ്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കണ്ടീഷന് ശേഷമാണ് ബോഡി ഓഫ് ദ ലൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എൻട്രി കൺട്രോൾഡ് ലൂപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതിന്റെ ഫ്ലോ ചാർട്ട് നോക്കൂ. ഏറ്റവും ആദ്യം ഏത് കണ്ടീഷനാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ കണ്ടീഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ then only we are moving on to the body of loop. അതായത് ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ലൂപ്പിന്റെ ബോഡി ആ സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ആ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നു. അഗെയിൻ ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ വി ആർ റിപ്പീറ്റിംഗ് ദ സെയിം സെറ്റ് ഓഫ് കോഡ്സ്. അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അൺടിൽ ദ ടെസ്റ്റ് കണ്ടീഷൻ ബിക്കംസ് ഫോൾസ്. അങ്ങനെ ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ലൂപ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഏറ്റവും ആദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് എൻട്രി കൺട്രോൾഡ് ലൂപ്സ് എന്നാണ്. ഇനി നേരെ മറിച്ച് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ബോഡി സ്റ്റേറ്റ്മെന്റ്സിന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും ആദ്യം ബോഡി ഓഫ് ദ ലൂപ്പ്, അതായത് ആ ലൂപ്പിന്റെ ബോഡിയിലെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ഒരു പ്രാവശ്യം ഈ ബോഡിയിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും അവിടെ ഒരു പ്രാവശ്യം ബോഡിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ വി ഹാവ് ടു അഗെയിൻ അല്ലെ ബോഡിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും അൺടിൽ ദ കണ്ടീഷൻ ബിക്കംസ് ഫോൾസ്. ഈ ഒരു ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ഈ ഒരു റിപ്പീറ്റേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലൂപ്പിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൂപ്പിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ടൈപ്പ് ലൂപ്സ് ആണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ തന്നെ ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെ മൂന്ന് ടൈപ്പ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് സിയിൽ പഠിക്കാനുള്ളത്. ഡു വൈൽ ആൻഡ് ഫോർ ലൂപ്പ്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ലൂപ്പിംഗ് ഓർ ഐട്രേഷനിലത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
വൈൽ ലൂപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലെ ടെസ്റ്റ് കണ്ടീഷൻ ഏറ്റവും ആദ്യം നമ്മൾ സ്പെസിഫൈ ചെയ്യാണ്, അതിനുശേഷമാണ് ബോഡി ഓഫ് ദ ലൂപ്പ് വരുന്നത്. സോ ഇറ്റ് ഈസ് ആൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കണ്ടീഷൻ വൈൽ എന്ന് പറയുന്ന കീവേഡിന് ശേഷം പാരാന്തസിസിനകത്ത് നമ്മൾ എഴുതി കൊടുക്കുന്നു. ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ ഈ ഒരു ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബോഡിയുടെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എഗെയിൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കണ്ടീഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ഓൾസോ ട്രൂ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ബോഡി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എപ്പോഴാണോ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയി വരുന്നത് അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് നമ്മൾ ടെർമിനേറ്റ് ചെയ്തു വരും. അതായത് പ്രോഗ്രാം കൺട്രോളർ ഈ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു വരും. ഇനി ഇതിന്റെ ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഫ്ലോ ചാർട്ടിലും അതെ ടെസ്റ്റ് കണ്ടീഷൻ ഏറ്റവും ആദ്യം വരുന്നു. ഈ ഒരു ടെസ്റ്റ് കണ്ടീഷൻ ദിസ് കണ്ടീഷൻ ക്യാൻ ബി ട്രൂ ഓർ ഫോൾസ് അല്ലെ. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി റിപ്പീറ്റഡ്. അതിനുശേഷം വീണ്ടും ഈ ഒരു കണ്ടീഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഇനി എപ്പോഴാണോ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ ഈ ലൂപ്പിൽ നിന്നും നമ്മൾ ടെർമിനേറ്റ് ആവുകയാണ്. ഇനി വൈൽ ലൂപ്പിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വൈൽ ലൂപ്പിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഇസ് അസൈൻഡ് വിത്ത് എ വാല്യൂ ഓഫ് 10. എ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ഇനീഷ്യലി 10 ആണ്. ഇനി വൈൽ ലൂപ്പ് ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് എ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 15നേക്കാളും ചെറുതാണോ, എ ഈസ് ലെസ് ദാൻ 15 എന്ന് പറയുന്ന കണ്ടീഷനാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എയുടെ വാല്യൂ 10 ആയതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബ്ലോക്കിലോട്ട് നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ അല്ലെ, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ ബോഡി ഓഫ് ദ ലൂപ്പാണ് ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. സോ വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞുകൊണ്ട് എയിൽ എന്താണോ ഉള്ളത് ആ ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം എ പ്ലസ് പ്ലസ്, അതായത് അവിടെ ഒരു ഇൻക്രിമെന്റ് ഓപ്പറേഷൻ അവിടെ നടക്കുന്നു. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ ഏറ്റവും ആദ്യം വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് എ 10 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ഏറ്റവും ആദ്യം വരിക. അതിനുശേഷം വീണ്ടും അല്ലെ ഇത്രയും പ്രിന്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം എയുടെ വാല്യൂ 10 എന്നുള്ളത് 11 ഇൻക്രിമെന്റ് ചെയ്യുന്നു. നൗ ദ വാല്യൂ ഓഫ് എ ഇസ് 11. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു കണ്ടീഷൻ, അതായത് ഇവിടെ നിന്ന് വീണ്ടും ഈ ഒരു വൈൽ ലൂപ്പിലോട്ട് നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ ഫ്ലോ മാറുകയാണ്. അപ്പോൾ വീണ്ടും ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ എഗെയിൻ ട്രൂ ആണ് അല്ലെ. 11 എന്ന് പറയുന്നത് 15നേക്കാളും ചെറുതാണ്. അപ്പോൾ എഗെയിൻ ഈ ഒരു ബ്ലോക്കിനകത്തുള്ള ഈ ഒരു ബോഡി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. വീണ്ടും ഔട്ട്പുട്ടിൽ അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് എ 11 എന്ന് പറയുന്ന മെസ്സേജ് കാണാം. അതിനുശേഷം വീണ്ടും എ ഇൻക്രിമെന്റ് ചെയ്യുന്നു. അതായത് ഈ ഒരു ബ്ലോക്കിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ എയുടെ വാല്യൂ 11 എന്നുള്ളത് മാറി എയുടെ വാല്യൂ 12 ആയി മാറി. ആ 12 ആണെങ്കിലും ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ വീണ്ടും ഇതിന്റെ ഔട്ട്പുട്ട് വാല്യൂ ഓഫ് എ 12 എന്ന് പറഞ്ഞു വരും. അങ്ങനെ വീണ്ടും വാല്യൂ ഓഫ് എ 13, ആ ഒരു കണ്ടീഷനും ഇത് ട്രൂ ആയിരിക്കും. വാല്യൂ ഓഫ് എ 14, എയുടെ വാല്യൂ 14 ആകുന്നത് വരെ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എ വിൽ ബി ഇൻക്രിമെന്റഡ് അല്ലെ. എയുടെ വാല്യൂ 14 എന്നുള്ളത് മാറി എയുടെ വാല്യൂ 15 ആയിട്ടുണ്ടായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എത്തുമ്പോൾ. എന്നിട്ട് നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 15 ലെസ് ദാൻ 15 എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷൻ ഫോൾസ് ആണ് അല്ലെ. അപ്പോൾ ഈ ഒരു വൈൽ ലൂപ്പിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ എക്സിറ്റ് ചെയ്യുക, അതായത് ഈ ഒരു ലൂപ്പിൽ നിന്ന് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ വൈൽ ലൂപ്പിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ അതിൽ കൊടുത്തിരിക്കുന്ന ബോഡിയിലത്തെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആവുള്ളൂ. ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ രണ്ടാമത്തെ ടൈപ്പിനാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്, ഡു വൈൽ എന്ന് പറയുന്ന ലൂപ്പ്. ഇതിൽ നമുക്ക് രണ്ട് കീവേഡ്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുക, ഡു ആൻഡ് വൈൽ. ഡു വൈൽ എന്ന് പറയുന്നത് ഒരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന്റെ ഫ്ലോ ചാർട്ടിൽ ഏറ്റവും ആദ്യം ബോഡി ഓഫ് ദ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്.
ഓക്കെ, സോ ദ കണ്ടീഷൻ ബോഡി ഓഫ് ദ ലൂപ്പിന് ശേഷം വരുന്നതിനെയാണ് നമ്മൾ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ഡു വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് നോക്കാം. ഏറ്റവും ആദ്യം ഡു എന്ന് പറയുന്ന കീവേഡ് ആണ് അവിടെ കൊടുത്തിരിക്കുക. ഡു എന്ന് പറയുന്നതിന്റെ മീനിങ് തന്നെ നമുക്കറിയാം അല്ലെ. അപ്പോൾ ഡു എന്ന് പറയുന്ന കീവേഡിന് ശേഷം കൊടുത്തിരിക്കുന്ന ഈ ബ്ലോക്കിലത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. നിർബന്ധമായിട്ടും അത് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വൈൽ എന്ന് പറയുന്ന കീവേഡിന് ശേഷമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റിപ്പീറ്റ് ദിസ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഡു ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യും. ഇനി അതല്ല, ഈ ഒരു ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡു വൈൽ ലൂപ്പിൽ നിന്നും ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റും. ഇതിന്റെ ഫ്ലോ ചാർട്ട് നോക്കാം. ഏറ്റവും ആദ്യം ബോഡി ഓഫ് ദ ലൂപ്പ്, അതായത് ഈ ലൂപ്പ് ബോഡിയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണോ വരുന്നത് അത് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് കണ്ടീഷൻ ക്യാൻ ബി ട്രൂ ഓർ false. If that condition is false, then we will get terminated from the loop. ഇനി അതല്ല, condition true ആണെന്നുണ്ടെങ്കിൽ again we are executing the statements given in the body of the loop. അപ്പോൾ ഇതാണ് do while എന്ന് പറയുന്ന ലൂപ്പിന്റെ കോൺസെപ്റ്റ്. ഇനി ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡു വൈൽ ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഒരു ഇൻറ്റീജർ ടൈപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഇനീഷ്യലായിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ 1 ആണ്. അതിനുശേഷം ഡു വൈൽ ലൂപ്പ് ഇവിടെ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആയതുകൊണ്ട് തന്നെ വിതൗട്ട് ചെക്കിംഗ് ദ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊന്നും നോക്കാതെ ഈ ഒരു ഡു ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. സോ ഇതിന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് %d/n, i. അതായത് ഐ എന്ന് പറയുന്ന വേരിയബിളിൽ ഇപ്പൊ എന്താണോ വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നത് ആ വാല്യൂ ആയിരിക്കും ഏറ്റവും ആദ്യം പ്രിന്റ് ചെയ്ത് വരിക. അതിനുശേഷം നോക്കൂ, ഡു ബ്ലോക്കിനകത്ത് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കാണാം നമുക്ക് i++. ഐയുടെ വാല്യൂ 1 എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ചെയ്ത് 2 ആയി മാറി. അതിനുശേഷമാണ് നമ്മളിവിടെ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. വൈൽ എന്ന് പറയുന്നതിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഈ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ i<= 5 എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ ട്രൂ ആണ്. കാരണം ഐയുടെ വാല്യൂ നൗ ഇറ്റ് ഇസ് ട്രൂ 2 ആണ്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ ട്രൂ ആണ്. സോ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ഡു വൈൽ ലൂപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. സോ ഇവിടെ ഐയിൽ എന്താണോ ഇപ്പോൾ വാല്യൂ ഉള്ളത്, അതായത് ഇൻക്രിമെന്റ് ഓപ്പറേഷന് ശേഷം ഐയിൽ 2 എന്ന് പറയുന്ന വാല്യൂ ആണുള്ളത്, അതാണ് അടുത്ത ഔട്ട്പുട്ടിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റുക. അതിനുശേഷം എഗെയിൻ ഐയുടെ വാല്യൂ 2 എന്നുള്ളത് മാറി 3 ആവും. അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഓൾസോ ട്രൂ. അപ്പോൾ വീണ്ടും ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഐയിലുള്ളത് 3 എന്ന് പറയുന്ന വാല്യൂ ആണ്, അത് പ്രിന്റ് ചെയ്യിപ്പിക്കും. അതിനുശേഷം ഐ എന്ന് പറയുന്നത് 4 ആയി മാറും, ഇൻക്രിമെന്റ് ചെയ്ത് 4 ആയി മാറും. എഗെയിൻ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ദിസ് കണ്ടീഷൻ ഇസ് ഓൾസോ ട്രൂ. സോ ഇതിൽ 4 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കും. 4 എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്ത് 5 ആയി മാറുന്നു. വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ദ കണ്ടീഷൻ ഇസ് <= ആണ്. സോ ദ കണ്ടീഷൻ ഇസ് അഗെയിൻ ട്രൂ അല്ലെ. അപ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്ത് വരും. ഇനി 5 എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ചെയ്ത് 6 ആയി മാറുന്നു. വീണ്ടും നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയിട്ട് മാറും അല്ലെ. ഇവിടെ ഐയുടെ വാല്യൂ 6 ആണ്. സോ ദിസ് കണ്ടീഷൻ ഇസ് ഫോൾസ്. സോ 1 2 3 4 5 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു ഡു വൈൽ ലൂപ്പിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അപ്പോൾ ഡു എന്ന് പറയുന്ന കീവേഡിന് ശേഷം ഏത് ബ്ലോക്കാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ബ്ലോക്കിലത്തെ സ്റ്റേറ്റ്മെന്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷമാണ് വൈലിനകത്ത് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ വൈൽ എന്ന് പറയുന്ന കീവേഡിന് ശേഷം പരാന്തസിസിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സിലത്തെ തേർഡ് വൺ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫോർ ലൂപ്പ് എന്നാണ് നമ്മൾ പറയുക. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഫോർ എന്ന് പറയുന്നതാണ്. ഈ ഫോർ ഇറ്റ്സ് ഓൾസോ എൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. അതായത് ഏറ്റവും ആദ്യം നമ്മൾ ടെസ്റ്റ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ, അതായത് ഈ ഒരു ബോഡിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ബോഡിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഫോർ എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നമുക്കൊരു 3 സെക്ഷനായിട്ട് കാണാൻ പറ്റും. അതായത് ഏറ്റവും ആദ്യം ഇനീഷ്യലൈസേഷൻ, അതിനുശേഷം ടെസ്റ്റ് കണ്ടീഷൻ, നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ അതിനുശേഷം കൊടുക്കുക. ദെൻ വി ക്യാൻ ഡു ആൻ അപ്ഡേഷൻ.
അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു വേരിയബിളിനെ ആയിരിക്കും നമ്മൾ അവിടെ എന്താ പറയുക പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഇപ്പം നേരത്തെ എക്സാമ്പിളിലൊക്കെ ആണെങ്കിൽ ഐ എന്ന് പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ ഐയുടെ വാല്യൂ ലെസ് ദാൻ ആണോ, ഐയുടെ വാല്യൂ വെച്ചായിരുന്നു നമ്മൾ ടെസ്റ്റ് കണ്ടീഷൻ പെർഫോം ചെയ്തിരിക്കുന്നത്. ആ ഒരു വേരിയബിളിനെയാണ് നമ്മൾ കൺട്രോൾ വേരിയബിൾ അല്ലെങ്കിൽ കൗണ്ടർ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇപ്പം മുൻപത്തെ എക്സാമ്പിൾ നമ്മൾ കണ്ടിരുന്നു ഐയുടെ വാല്യൂ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺട്രോൾ വേരിയബിളിനെ ഇൻക്രിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒരു അപ്ഡേഷൻ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു അപ്ഡേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ആ ഒരു കൺട്രോൾ വേരിയബിളിന്റെ ഇനീഷ്യലൈസേഷനും ടെസ്റ്റ് കണ്ടീഷനും അപ്ഡേഷനും ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ഫോർ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഭാഗം ഒന്നെങ്കിൽ ഇനീഷ്യലൈസേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഒമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒമിറ്റ് ചെയ്യാം. അവിടെ ഈ ഒരു സെപ്പറേറ്റിംഗ് ആയിട്ടുള്ള സെമി കോളൻ മാത്രം അവിടെ നമുക്ക് കൊടുത്താലും മതി. 3 കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് അപ്ഡേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം എംപ്റ്റി ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ കൺട്രോൾ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബോഡി ഓഫ് ദ ലൂപ്പ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ്സ് അപ്ഡേഷൻ വിൽ ബി പെർഫോംഡ്. ഈ ഒരു ബോഡിക്കകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എഗെയിൻ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലത്തെ അപ്ഡേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ആ അപ്ഡേഷൻ പെർഫോം ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ബോഡിക്കകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം എഗെയിൻ അപ്ഡേഷൻ, ദെൻ ടെസ്റ്റ് കണ്ടീഷൻ. അങ്ങനെ ഒരു രീതിയിലാണ് ഈ പറയുന്ന ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അതായത് ടെസ്റ്റ് കണ്ടീഷൻ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അപ്പോൾ ഈ ഫോർ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് വരികയാണ്. ഓക്കെ, അതിന്റെ ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യലൈസേഷൻ ആണ് ഏറ്റവും ആദ്യം നമ്മളിവിടെ ചെയ്യുന്നത്. ഇനീഷ്യലൈസ് ചെയ്തതിന് ശേഷം ആ ഒരു കൺട്രോൾ വേരിയബിളിനെ വെച്ച് നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ദ കണ്ടീഷൻ ക്യാൻ ബി ട്രൂ ഓർ ഫാൾസ്. ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്ന ബോഡി ഓഫ് ദ ലൂപ്പ്, അതായത് ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഈ പറയുന്ന കാര്യം ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു വരും. എപ്പോഴാണോ ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആവുന്നത് അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയിട്ട് പോകുന്നു. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഒരു ഫോർ ലൂപ്പിന്റെ വർക്കിംഗ്. ഇനി സിമ്പിൾ ആയിട്ടുള്ള ഫോർ ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ ഫോർ ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതിനകത്ത് എ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ടൈപ്പിലുള്ള വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ഫോർ ലൂപ്പ്. ഇതിൽ 4 എന്ന് പറയുന്ന കീവേഡ്, അതിനുശേഷം നേരത്തെ നമ്മൾ പരിചയപ്പെടുത്ത 3 സെക്ഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഇതാണ് ഇനീഷ്യലൈസേഷൻ സെക്ഷൻ. അതായത് എ എന്ന് പറയുന്ന വേരിയബിളിനെയാണ് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് കൺട്രോൾ വേരിയബിൾ. അപ്പോൾ ആദ്യം ആ ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഇനി ഇതിപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇതിന്റെ എയുടെ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും രണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 2 സ്ഥലങ്ങളിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ തന്നെ നമുക്ക് ഡിക്ലെയർ ചെയ്ത് അതിനെ ഇനീഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇതുപോലെ 4 int a equal to 10, അതിനുശേഷം ടെസ്റ്റ് കണ്ടീഷൻ, അതിനുശേഷം അപ്ഡേഷൻ, അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന വേരിയബിളിനെ ഈ ഒരു ഫോർ ലൂപ്പിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. മറ്റൊരു സ്ഥലത്തും ഈ ഒരു വേരിയബിളിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഇവിടെ ഞാനിത് സെപ്പറേറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നതിന് 10 എന്ന് പറയുന്ന വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം ഇതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ, a less than 15. അപ്പോൾ ഈ ഇതിന്റെ ഫ്ലോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എ എന്ന് പറയുന്ന വേരിയബിളിന് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു, ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 10 is less than 15, സോ ഇറ്റ് ഇസ് ട്രൂ. ദെൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫോർ ലൂപ്പിന്റെ ബോഡിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ഔട്ട്പുട്ടിൽ ഏറ്റവും ആദ്യം നമുക്ക് കാണാനാവുക പ്രിന്റ്എഫ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ റിസൾട്ട് ആണ്. ഇതിൽ ജസ്റ്റ് എയിൽ എന്താണോ വാല്യൂ ഉള്ളത് അത് പ്രിന്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ എയിൽ ഇപ്പോൾ ഉള്ളത് 10 എന്ന് പറയുന്ന വാല്യൂ ആണ്, അത് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എക്സിക്യൂഷന് ശേഷം
അപ്ഡേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനാണ്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മുടെ പ്രോഗ്രാം ഫ്ലോ മൂവ് ചെയ്യുന്നത്. സോ എ എന്ന് പറയുന്നതിന്റെ വാല്യൂ 10 എന്ന് പറയുന്നത് മാറി ഇൻക്രിമെന്റ് ചെയ്ത് 11 ആയിട്ട് പോകുന്നു. അപ്പോൾ അപ്ഡേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻക്രിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യാം. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 11 ആണ്. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 11 എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ലെസ് ദാൻ 15. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് എയിൽ ഇപ്പോൾ ഉള്ള 11 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം എ ഇൻക്രിമെന്റ് ചെയ്യുന്നു. സോ എയിൽ ഇപ്പോൾ 12 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ എഗെയിൻ നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 12 ഇസ് ലെസ് ദാൻ 15. സോ ദ കണ്ടീഷൻ ബിക്കംസ് ട്രൂ ആൻഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. അതായത് 12 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്തു വരും. അതിനുശേഷം എഗെയിൻ 12 എന്ന് പറയുന്നത് 13 ആവും. 13 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കും. അതും ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ് അല്ലെ. 13 എന്ന് പറയുന്നത് 14 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ 14 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. 14 പ്രിന്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ഡേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. അപ്ഡേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തപ്പോൾ 14 എന്ന് പറയുന്ന വാല്യൂ മാറി അത് 15 ആയി. ഇനി ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ 15 ലെസ് ദാൻ 15 എന്ന് പറയുന്ന കണ്ടീഷനാണ് അവിടെ വരിക. സോ ഇറ്റ് ബിക്കംസ് ഫാൾസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണില്ല. അതായത് ഈ ഒരു ഫോർ ലൂപ്പ് തൽക്കാലം ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് വരികയാണ്. അതായത് 10, 11, 12, 13, 14 എന്ന് പറയുന്ന ഇത്രയും നമ്പേഴ്സ് ആണ് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് കാണാനായിട്ട് സാധിക്കുക. സോ ഫോർ ലൂപ്പ് എന്ന് പറയുന്നതും ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഈ ഫോർ ലൂപ്പിന്റെ 4 എന്ന് പറയുന്ന കീവേഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ 3 സെക്ഷനായിട്ട് നമുക്ക് ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് കണ്ടീഷൻ ആൻഡ് ഓൾസോ അപ്ഡേഷൻ ഇത് 3ഉം കൊടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ ഓൺലി വി ആർ എക്സിക്യൂട്ടിംഗ് ദിസ് സ്റ്റേറ്റ്മെന്റ്സ്. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ പെർഫോം ആൻ അപ്ഡേഷൻ. അതായത് ഇൻക്രിമെന്റ് ആവാം, ഡിക്രിമെന്റ് ആവാം. അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു ആൻഡ് സോ ഓൺ. ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ രീതിയിൽ ഒരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സിൽ 3 ടൈപ്പ് നമ്മൾ ഡീൽ ചെയ്തു. ഒരെണ്ണം ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് വൈൽ ലൂപ്പ് ആണ്. അതിനുശേഷം ഡു വൈൽ, ദെൻ ഫോർ ലൂപ്പ്.